ജീസസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഒരിക്കൽ കൂടെ നമുക്ക് കർത്താവിനെ ആരാധിക്കുവാൻ, ദൈവനാമത്തെ ഉയർത്തുവാൻ സർവശക്തനായ ദൈവം തന്ന വിലയേറിയ അവസരങ്ങൾക്കായി കർത്താവിന് മഹത്വം അർപ്പിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയുടെ അടുക്കൽ ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, എന്റെ ഭർത്താവ് മരിച്ചുപോയി, ഇപ്പോൾ എനിക്ക് ശേഷിക്കുന്നത് കുറച്ച് കടം മാത്രമാണ്. എന്റെ മക്കളെ കടക്കാർ വന്ന് പിടിച്ച് കെട്ടിക്കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു. എന്റെ മക്കളെ എനിക്ക് നഷ്ടമാകാൻ പോകുകയാണ്. ഞങ്ങളുടെ വീട്ടിൽ മരണം സംഭവിക്കാൻ പോകുകയാണ്. എലീശ അവരോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണം? അവൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം 3 പേരുടെ ശവശരീരങ്ങൾ വീടിന്റെ ഉത്തരത്തിൽ തൂങ്ങുകയാണ്. ഞങ്ങളുടെ ശവശരീരം അടക്കം ചെയ്യുവാൻ ആളുകൾ ഓടിക്കൂടും. എന്നാൽ എലീശ അവളോട് പറഞ്ഞു, നിന്റെ വീട്ടിൽ ഇനി നടക്കാൻ പോകുന്നത് മരണത്തിന്റെ തേർവാഴ്ചയല്ല. നിന്റെ വീട്ടിൽ ഇനി നടക്കാൻ പോകുന്നത് അഭിഷേകത്തിന്റെ ഒരു പകർച്ചയാണ്. എണ്ണ പകർന്ന് ഉപജീവനം കഴിച്ചുകൊള്ളുക, കടം വീട്ടുക. നിന്റെ മക്കളെ നിന്നിൽ നിന്ന് തട്ടിയെടുക്കുമെന്നും നിന്റെ വീട്ടിൽ മരണം സംഹാര താണ്ഡവമാടുമെന്നും സാഹചര്യം വിധി എഴുതുമ്പോൾ എലീശ അവളോട് പറഞ്ഞു, ഇല്ല ഇല്ല കുഞ്ഞേ, നിന്റെ വീട്ടിനകത്ത് ഇനി മരണത്തിന്റെ ശക്തിയല്ല, മരണത്തിന്റെ കരാളഹസ്തങ്ങൾ നിന്നെ പിടിച്ചുകൊണ്ട് പോവുകയില്ല. നിന്റെ മക്കൾ നിന്നിൽ നിന്ന് അവരെ അടർത്തിയെടുത്തു കഴിയുകയില്ല. അതിനൊക്കെ അപ്പുറമായി ദൈവത്തിന്റെ പർപ്പസ്, ദൈവത്തിന്റെ ഉദ്ദേശം നിന്റെ ജീവിതത്തിൽ, നിന്റെ ഭവനത്തിൽ നിറവേറാൻ പോവുകയാണ്. നമ്മുടെ ഭാരങ്ങളെ നമുക്ക് യേശുവിലേക്ക് അർപ്പിക്കാം. എലീശയുടെ മുമ്പിൽ വന്ന് വിധവയായ സ്ത്രീ സഹായം ആവശ്യപ്പെട്ടതുപോലെ, തന്റെ ഭാരങ്ങളെ ഇറക്കി വെച്ചതുപോലെ നമുക്ക് ഒരുമിച്ച് യേശുവിന്റെ പാതാരബിന്ദങ്ങളിൽ നമ്മുടെ ആവശ്യങ്ങളെ ഇറക്കി വെക്കാം. കാരണം യേശുവിനെ പോലെ നല്ല സഖിയായി വേറെ ആരുമില്ല. നമ്മുടെ ആവശ്യങ്ങൾ അറിയുവാൻ, നമ്മുടെ വേദനകളെ അറിയുവാൻ, നമ്മുടെ ഭാരങ്ങളെ ചുമക്കുവാൻ യേശു മാത്രമാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാത്തത്? നാം യേശുവിനോട് തുറന്നു പറയാത്തത് കൊണ്ടാണ്. ഈ പ്രാർത്ഥനയിൽ, ഈ ആരാധനയിൽ നമുക്ക് യേശുവിനോട് ഹൃദയം തുറന്ന് പറയാം. ആ ആവശ്യങ്ങൾ മുഴുവൻ സ്തോത്രത്തോടെ പറയാം. യേശു നല്ല സഖിയാണ്. ഹല്ലേലൂയ ജീസസ്. എന്തു നല്ലോ സഖിയേശു, പാപദുഃഖം വഹിക്കും, എല്ലാം യേശുവോടു ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. നൊമ്പരമേറെ സഹിച്ചു, സമാധാനങ്ങൾ നഷ്ടം, എല്ലാം യേശുവോടു ചൊല്ലിടായിക നിമിത്തം. ഭാരം ബലഹീനം, തുമ്പങ്ങളും അസഖ്യം, രക്ഷകനല്ലോ സന്ദേഹം, യേശുവോടറിയിക്കാം. നേത്രങ്ങൾ നിന്ദിക്കുന്നുണ്ടോ? പോയി ചൊല്ലേശുവോടല്ല. ഉള്ളം കൈലീശൻ അങ്ങുണ്ടാശ്വാസമല്ല. എന്തു നല്ലോ സഖിയേശു, പാപദുഃഖം വഹിക്കും, എല്ലാം യേശുവോടു
ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. നൊമ്പരമേറെ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം എല്ലാം യേശുവോടും ചൊല്ലിടായിക നിമിത്തം. ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തിൽ ജീസസ് അനുഗ്രഹിക്കപ്പെട്ട ദൃശ്യ മീഡിയയിൽ കൂടെ എന്നെ കേൾക്കുന്ന മാന്യ ദൈവമക്കൾക്ക് ധന്യനായ ഏകാധിപതിയും കർത്താവും രാജാതിരാജാവും താൻ മാത്രം അമർത്യതയുള്ളവരും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുകയും ചെയ്യുന്നവനായ യേശുക്രിസ്തു എന്ന സ്തുതിയുടെ നാമത്തിന്റെ സ്നേഹവും വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഈ കാലഘട്ടത്തിൽ യുവാക്കന്മാരുടെ ഇടയിൽ അതിശുദ്ധമായി പ്രവർത്തിക്കുന്ന ബ്ലഡ് ഓഫ് ജീസസ് എന്ന അനുഗ്രഹിക്കപ്പെട്ട ടീമിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവ രാജ്യ വ്യാപ്തിക്കായി പ്രവർത്തിക്കുകയും യുവാക്കന്മാരുടെ ശക്തിയോടുകൂടി വചന ശുശ്രൂഷയിലും ആത്മീയ കാര്യത്തിലും മുന്നിട്ട് നിൽക്കുകയും ചെയ്യുന്നതായ ഈ ദൈവദാസന്മാരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. ഒരു കാര്യം ദൈവമക്കൾ മറന്നു പോകരുത്. കാലഘട്ടം എത്ര മാറിയാലും സാഹചര്യം എത്ര വിപരീതമായാലും സുവിശേഷത്തിന് യാതൊരു ബുദ്ധിമുട്ടും വരാതെ വണ്ണം ദൈവം അതാതു മേഖലകളിൽ ദൈവം നന്നായി ക്രമീകരിക്കുക വിശ്വസ്തനായിരിക്കാൻ ഞാൻ നന്ദിയുള്ള അതരങ്ങളായ കർത്താവിനെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. കുടിലം മുതൽ കൊട്ടാരം വരെ വിവിധ മേഖലകളിൽ എഴുതി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ രചിക്കപ്പെട്ട തിരുവചനം ഒറ്റ പുസ്തകം എന്ന വണ്ണം മാറി ദൈവ ആത്മാവിന്റെ ചൈതന്യം അനുഭവിക്കുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോകുമെന്ന് കാലഘട്ടങ്ങൾ മാറി വരുന്ന പല സമൂഹം ചിന്തിക്കുമ്പോൾ ഇന്ന് അത് വളരെ ശക്തിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ആത്മീയ മണ്ഡലമാണ് ഈ ദൈവത്തിന്റെ രാജ്യവ്യാപ്തിക്കായി പ്രവർത്തിക്കുന്ന ഓരോ സുവിശേഷ സംഘടനയും. നമ്മളൊരു കാര്യം ഓർക്കണമേ, ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ, ഒരു മനുഷ്യൻ നിത്യതയ്ക്ക് ആദായമാക്കി മാറ്റുവാൻ, അവനെ പാപത്തിൽ നിന്ന് മോചിക്കുവാൻ ഏറ്റവും കൂടുതൽ രൂപാന്തരം അനുഭവിപ്പിക്കുന്ന ദൈവവചനം ഏതെന്ന് ചോദിച്ചാൽ നാം സേവിക്കുന്ന ദൈവത്തിന്റെ സത്യവേദ പുസ്തകം മാത്രമാണ്. കർത്താവ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കാലഘട്ടങ്ങൾ വിപരീതമായി പ്രവർത്തിക്കുമ്പോൾ അതിനപ്പുറമായി പ്രവർത്തിക്കുവാൻ ദൈവത്തിന്റെ ശക്തിയുള്ള കരം നമ്മുടെ മധ്യമുള്ളവയ്ക്കായി ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യാണ്. അല്പനേരത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു വാക്യം ഞാൻ വായിപ്പാൻ കർത്താവിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. അതിനാൽ അവൻ ഇന്ന വിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും. ഈ വാക്യം വളരെ ചിന്തിപ്പിക്കുന്നതായ ഒരു വാക്യമാണ്. ഒരുവന്റെ മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ യാദൃച്ഛികമായ ഒരു സംഗതിയാണ്. മരണം എന്ന് പറയുന്നത് നാം ആരും ഇഷ്ടപ്പെടുന്ന ഒന്നല്ല, വിഷമഘട്ടം നിറഞ്ഞ ഒന്നാണ്. വേർപിരിയൽ എന്ന് പറയുന്നത് എപ്പോഴും ദുഃഖമുളവാക്കുന്ന ഒന്നാണ്. എന്നാൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ദൈവമക്കൾക്ക് ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ദൗത്യവും കൂടിയാണ് മരണം. മനുഷ്യ ജീവിതത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളും ഏറി വരുമ്പോൾ എങ്ങനെയാണ് മരണത്തെ അതിജീവിക്കുന്നത്, മരണം കൊണ്ട് എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒന്നും പ്രവചിപ്പാൻ കഴിയാത്ത ഒരു വിഷയമാണ്. എന്നാൽ ദൈവവചനത്തിൽ നാം ഇപ്രകാരം കാണുന്നു, അമ്പിപ്പാട് ദൂരത്ത് പോയി നിന്ന് കുട്ടിയുടെ മരണം എനിക്ക് കാണേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്നതായ ഒരു ബഹുമാന്യ ദൈവദാസയെ കുറിച്ച് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് കടപ്പാൻ ആഗ്രഹിക്കുന്നില്ല. അടുത്തത് ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ തന്റെ ഭക്തന്മാരുടെ മരണഭോഗിക്ക് വിലയേറിയതായിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അടുത്തത് പാതാളം നിന്നെ സ്തുതിക്കുന്നില്ല, മരണം നിന്നെ വാഴ്ത്തുന്നുമില്ല എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. തീർന്നില്ല, മരിച്ചവരും മൗനതകൾ ആരും യഹോവയെ സ്തുതിക്കുന്നില്ല എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക? മനുഷ്യമായ ബുദ്ധി ഒത്തിരി ചോദ്യങ്ങൾ അടങ്ങുന്നതായ വിഷയമാണ്.
എന്നാൽ ഇന്ന് പകലിൽ ഈ സമയം നമ്മൾ ഒരു കാര്യം ഓർക്കണമേ. ഏത് അവസ്ഥയും മാറ്റി എഴുതുവാൻ, ഏതു വ്യവസ്ഥയ്ക്കും അപ്പുറമായി പ്രവർത്തിക്കുവാൻ സർവശക്തനായ ഒരു ദൈവത്തിന്റെ മഹനീയ സാന്നിധ്യം നമ്മുടെ മധ്യം ഉണ്ടായിരിക്കും. അത് ആവശ്യത്തിനപ്പുറമായി പ്രവർത്തിക്കുവാൻ യഹോവ ശക്തനായ കർത്താവായിരിക്കാൻ ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മാനുഷികമായ വാക്കുകൾ പലപ്പോഴും തളർത്തിക്കളയുമ്പോൾ, മനുഷ്യന്റെ നാവിൽ നിന്ന് വിരിയുന്ന വാക്കുകൾ പലപ്പോഴും വേദന ഉളവാക്കുമ്പോൾ, ഇതെല്ലാം സഹിക്കുവാനും ക്ഷമിക്കുവാനുമുള്ളതായ ഒരു ആത്മീയ പവർ നാം പ്രാപിച്ചെടുക്കണമെങ്കിൽ ജഡത്തിൽ അതിജീവിക്കുന്ന ദൈവപൈതൃകം മാത്രമേ കഴിയുള്ളൂ. ദൈവദാസന്മാരെ, ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന യുവാക്കന്മാരെ, യുവതികളെ, നിങ്ങൾ ഒരു കാര്യം ഓർക്കണം. മരണത്താൽ പിരിയുന്ന സ്നേഹം ഈ ഭൂമിയിലെ സ്നേഹമാണ്. മരണം കൊണ്ട് ഈ ഭൂമിയിലെ സ്നേഹം തീർന്നു പോകും. അത് കഴിയുമ്പോൾ ഉറ്റ ബന്ധുക്കള്, സ്നേഹിതരും, സാക്ഷ്യക്കാരും എല്ലാവരും പിരിഞ്ഞു പോകുമ്പോൾ മരണത്താൽ പിരിയാത്ത ഒരു സ്നേഹം നമുക്ക് ഉയരെയുണ്ടാകും. ഇന്ന് പകൽക്കാലം ആ സ്വർഗീയ തേജസ്സിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ക്രിസ്ത്യൻ ജീവിതം മുൻപോട്ട് നയിക്കുന്നത്. മരണനിഴലിൽ താഴ്വരയിൽ കൂടി നീ കടക്കേണ്ടി വന്നാൽ നിന്നെ വിടിവിപ്പാൻ ശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഈ വാക്യം നാം വായിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണമേ. ലാസർ യേശുവിന്റെ പ്രിയ ശിഷ്യനായിരുന്നു. എന്നാൽ ലാസറിന്റെ ജീവിതത്തിൽ തനിക്കൊരു മരണം നേരിട്ടു. വേദനാജനകമായ അന്തരീക്ഷം. ലാസർ ദീനമായി കിടക്കുന്നു എന്ന് തന്റെ സഹോദരങ്ങൾ യേശുവിനെ അറിയിച്ചു. പക്ഷെ അറിയിച്ചെന്ന് മാത്രമല്ല, അത് വേണ്ട ഗൗരവത്തിൽ കർത്താവ് എടുത്തില്ല. കർത്താവിന് ഒരു കാര്യം നല്ല ഉറപ്പാ, എന്റെ സഹോദരൻ മരിക്കത്തില്ല, അവൻ ജീവനോട് ദൈവത്തിന്റെ പ്രവൃത്തി വർണ്ണിക്കുമെന്ന് നല്ല ബോധ്യമുണ്ടായിരുന്നു. സ്നേഹിതൻ ദീനമായി കിടക്കുമ്പോൾ ആരാണ് ഓടിച്ചെല്ലാത്ത? നാം മനുഷ്യ ജീവിതത്തിൽ രക്തത്തിന്റെ രക്തവും മാംസവുമായി നമ്മുടെ സഹോദരൻ പ്രിയപ്പെട്ടവൻ ആരെങ്കിലും ദീനമായി കിടക്കുന്നു എന്നറിഞ്ഞാൽ ഒരു നിമിഷമെങ്കിലും നമ്മൾ പോയി കണ്ട് നമ്മുടെ സാന്നിധ്യം അറിയിക്കുകയും നമ്മളാലാവുന്ന ശുശ്രൂഷകൾ ചെയ്ത് മടങ്ങി വരും. എന്നാൽ ഇവിടെ യേശുവിന്റെ പ്രിയ ശിഷ്യനായ ലാസർ മരിച്ചിട്ട് യേശുവിന്റെ ഗൗരവം എടുത്തില്ല. എന്താ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശുവിന് നല്ല ഉറപ്പുണ്ടായിരുന്നു, എന്റെ സഹോദരൻ മരിക്കുകയില്ല, അവൻ നിദ്ര കൊണ്ടിരിക്കുകയാണ്, ഉറക്കമാണ്. നല്ല ഉറപ്പിന്റെ കർത്താവിനുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, പുരുഷാരത്തിന്റെ വാക്ക് എന്റെ കർത്താവിന് വലിയ മുഖവില കൊടുത്തില്ല. എന്താ കാണുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുരുഷാരത്തെ കൊണ്ടൊക്കാത്ത കാര്യങ്ങൾ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് എന്റെ കർത്താവ് പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു. ഇന്ന് പകൽ നമ്മൾ ഒരു കാര്യം ഓർക്കണമേ. മരണത്തിൽ നിന്നെ പിരിക്കാമെന്ന് ലോകം വിധി എഴുതുമ്പോൾ, നിന്നെ മാറ്റിക്കളയാമെന്ന് ലോകം വിധി എഴുതുമ്പോൾ, രാജാവിന്റെ വിടുതലിന്റെ കരം നിനക്ക് അനുകൂലമായി പ്രവർത്തിച്ചാൽ അതിനെ മാറ്റി എഴുതുവാൻ ലോക സാമ്രാജ്യ ശക്തിക്ക് ഒരിക്കലും കഴിയത്തില്ല. മക്കളെ, ഇന്ന് പകലിൽ ഒരു കാര്യം ഓർക്കണമേ. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ലാസറിന്റെ വീട്ടിലേക്ക് യേശു കടന്നു വരികയാണ്. അവൻ മരിച്ചു. വിലപിച്ചുകൊണ്ടിരിക്കുക വീട്ടിൽ എല്ലാവരും. വളരെ വേദനാജനകമായ ഒരു അന്തരീക്ഷമാണ്. ആർക്കും ആരെയും ആശ്വസിപ്പിക്കാം. അതുപോലെ യഹൂദന്മാരെല്ലാവരും വന്ന് ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുക യേശുവിനോ ലാസറിന്റെ വീട്ടുകാരെ. എന്നാൽ 4 ദിവസമായപ്പോഴാണ് യേശു കടന്നു വരുന്നത്. ആ അവസ്ഥ മാറി, സാഹചര്യങ്ങളെ മാറി, അവനെ കല്ലറയ്ക്കുള്ളിൽ ഒതുക്കി ലോകം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ദൈവമക്കളെ, നിങ്ങൾ ഒരു കാര്യം ഓർക്കണമേ. ദൈവത്തിന്റെ പദ്ധതിക്കായി, ദൈവത്തിന്റെ തീരുമാനത്തിനായി, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി നാം പെട്ടെന്ന് ആഗ്രഹിച്ച ഒരു പക്ഷേ നടന്നില്ല എന്ന് വരും. ദൈവത്തിന് പദ്ധതിയുണ്ട്, ദൈവത്തിന് സമയമുണ്ട്. ദൈവത്തിന്റെ സമയത്തിനായി നാം കാത്തിരിക്കുകയാണെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ ശക്തനായ ദൈവമാണ്. നാം ആ വാക്യങ്ങൾ ഇപ്രകാരം യോഹന്നാൻ 11 നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരം നാം കാണുന്നത്. അതിന്റെ 17ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ യേശു അവിടെ വന്ന് ഇത് കേട്ടു. ഇതിലേക്കാം ചെന്ന് യേശുവിനെ ലാസറിന്റെ സഹോദരി. എന്നാൽ എതിരേൽക്കാൻ ചെല്ലണമെങ്കിൽ ആ ബഹുമാന്യ ആ സഹോദരിയുടെ ഉള്ളിലെ ദൈവത്തോടുള്ള അഭേദ്യമായ ബന്ധം നിങ്ങൾ നോക്കണമേ. അവൻ ദീനമായി കിടന്നു, അറിയിച്ചു, കർത്താവ് വന്നില്ല. ദിവസങ്ങൾ ചിലതെടുത്തു, കർത്താവ് വന്നില്ല. എന്നിട്ടും സകല പ്രതികൂലത്തെയും
മാറ്റി നിർത്തിക്കൊണ്ട് അരുമനാഥന്റെ സാന്നിധ്യം ആ കുടുംബത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ വാത്സല്യ സഹോദരി ഒന്നും പകച്ചു നിന്നില്ല. അവക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, വലുവിനെയും എന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കണം. ഞാൻ അതിനായി കാംക്ഷിക്കുന്നു, ഞാൻ അതിനായി ആഗ്രഹിക്കുന്നു. വിലപിക്കുന്ന യഹൂദന്മാരെ നോക്കിയില്ല, കരയുന്ന മറ്റാരെയും നോക്കിയില്ല. അരുമനാഥന്റെ സാന്നിധ്യം പ്രാപിച്ചെടുക്കുവാൻ, അരുമനാഥന്റെ വിശ്വസ്തത പ്രാപിച്ചെടുക്കുവാൻ അവിടെ ഓടിച്ചെന്ന് യേശുവിനെ സ്വീകരിച്ചു. പക്ഷെ സ്വീകരിച്ചിട്ട് എന്ത് കാര്യമാ? അവൻ അവിടെ ഇല്ല. അവൻ കല്ലറക്കി വെച്ചു. ദിവസങ്ങൾ കഴിഞ്ഞു. ആ മാനുഷികമായ നിലയിൽ ആ ബോഡിക്ക് രൂപാന്തരം വന്നു തുടങ്ങി. ദൈവമക്കളെ, ഇപ്രകാരം ആ ദാസി പറഞ്ഞു, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരനെ മരിക്കത്തില്ലായിരുന്നു. അത് മാനുഷികമായ ഒരു വാക്കാ, കഴിഞ്ഞുപോയ വാക്കാ, വിലയില്ലാത്ത വാക്കാ. കാരണം നിന്റെ സാന്നിധ്യം ആ സമയത്തേക്ക് ലഭിച്ചില്ല. എന്റെ സഹോദരൻ മരിച്ചുപോയി. നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. ആ വാക്കുകൊണ്ട് ഒരർത്ഥവും ഇല്ലാതെ നിൽക്കുമ്പോൾ അല്പനേരം കഴിയുമ്പോൾ അടുത്ത വാക്യം നമ്മൾ വായിക്കുമ്പോഴായിരുന്നു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു കർത്താവായ യേശുക്രിസ്തു. ആ സഹോദരി പറഞ്ഞ വാക്ക്, നീ ഇവിടെ ഇല്ലായിരുന്നു എങ്കിൽ, നീ ഉണ്ടായിരുന്നുവെങ്കിൽ നിന്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. കാരണം അത് ഭൂതകാലത്തെ കാണിക്കുക, കഴിഞ്ഞുപോയ കാലത്തെ കാണിക്കുക. കർത്താവ് അപ്പോൾ പറഞ്ഞു, എന്താ, നിന്റെ സഹോദരന് ഉയർത്തെഴുന്നേൽക്കും. അത് ഏത് നിമിഷവും സംഭവിക്കും. വർത്തമാനകാല വാക്കുകൾ ഇപ്പോൾ സംഭവിക്കുന്നതാണ്. അതിന് ഭാവിയും ഭൂതകാലവും ഒന്നും തിരയേണ്ട കാര്യമില്ല. ദൈവത്തിന്റെ പദ്ധതിക്കായി, ദൈവത്തിന്റെ പ്രവൃത്തിക്കായി നാം ഒരുക്കപ്പെടാൻ തയ്യാറായാൽ അത് കാലഘട്ടം നമുക്ക് നോക്കേണ്ട കാര്യമേ ഇല്ല. ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയുടെ മേൽ പകരുവാൻ ദൈവത്തിന് പദ്ധതിയുള്ള കൃപയ്ക്കായി ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാം ആ വചനം വായിക്കുമ്പോൾ 38-ാമത്തെ വാക്യം നാം ഇപ്രകാരം കാണുന്നു, യേശു പിന്നെയും ഉള്ളം നൊന്ത് കല്ലറയ്ക്കലെത്തി. അപ്പോൾ കർത്താവ് ഒരു ഉപേക്ഷ വിചാരിച്ചുകൊണ്ടല്ല മാറുന്നത്. ദൈവത്തിനറിയാം, ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്, പിതാവിന് ഇഷ്ടം അവിടെ നിറവേണ്ടത് ആവശ്യമായിരിക്കുന്നു. അതുകൊണ്ട് ഈ ജനക്കാകെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണം. ദൈവദാസന്മാരെ, ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരു കാര്യം നമ്മൾ ഓർക്കണമേ, നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി നടന്നില്ല എന്നിരിക്കാം. എന്നാൽ അതിൽ ദൈവത്തിന് ടൈം ടേബിൾ ഉണ്ട്, ദൈവത്തിന് സമയമുണ്ട്. ദൈവത്തിന് ഇഷ്ടത്തിനനുസരിച്ച് പ്രൈസറോ നമ്മുടെ കാഴ്ചകളിൽ മുൻപോട്ട് വെക്കുമ്പോൾ നമ്മെ അനുഗ്രഹിപ്പാൻ ശക്തനായ ദൈവം ഉയരെയുണ്ട്. ഈ ഭൂമിയിലെ അനുഗ്രഹം മാത്രമല്ല, നിത്യതയ്ക്കായി നമ്മുടെ ആത്മാവിനെ ഒരുക്കുന്നത് നമുക്ക് ഏറ്റവും വിലയുള്ള വിഷയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാനുഷികമായ നിലയിൽ നാം ചിന്തിച്ചു കഴിഞ്ഞാൽ യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത അവസ്ഥയിൽ ഇരിക്കുക. ലാസർ കല്ലറയ്ക്ക് ഉള്ളിൽ മാനുഷികമായി എല്ലാം അസ്തമിച്ചു. ഇനി അവിടെ യാതൊരു പ്രതീക്ഷയ്ക്കും അവിടെ വകയില്ല. എന്നാൽ അരുമനാഥന്റെ സാന്നിധ്യം അവിടെ വെളിപ്പെടാൻ തുടങ്ങിയപ്പോൾ ചലിക്കാത്ത ചിലർ ചലിച്ചു തുടങ്ങി. ഒരു പക്ഷെങ്കിൽ എന്റെ കർത്താവിനെ കുറ്റം പറയാൻ ധാരാളം പേരുണ്ടായിരിക്കാം, എന്റെ കർത്താവിനെ അപമാനം പറയാൻ ധാരാളം പേരുണ്ടായിരിക്കാം. അവൻ ഇപ്പോൾ വന്നിരിക്കുക, ഇവൻ എന്തിനാ കടന്നു വന്നത് എന്നൊക്കെ ചോദിക്കാനുണ്ടായിരിക്കാം. എന്നാൽ പദ്ധതിക്ക് വിപരീതമായി പ്രവർത്തിക്കുവാൻ, ദൈവത്തിന്റെ പ്രവൃത്തിക്ക് അപ്പുറമായി പ്രവർത്തിക്കുവാൻ ഒരു ശക്തിക്കും ഒരിക്കലും കഴിയത്തില്ല. അതാണ് ദൈവത്തിന്റെ മഹനീയ സാന്നിധ്യം. ഹല്ലേലൂയ. അനുഭവിക്കുന്ന ദൈവമക്കൾക്കായി കർത്താവിനെ സ്തുതിക്കുന്ന, സ്തോത്രം ചെയ്യുന്നു. മനുഷ്യന്റെ വാക്കുകൾ പലപ്പോഴും നമ്മെ തളർത്തിക്കളയുമ്പോൾ, നമ്മളെ ഇല്ലാതാക്കി മാറ്റുമ്പോൾ സ്വർഗത്തിലെ അപ്പന്റെ ശാശ്വതമായ കരം നമുക്ക് അനുകൂലമായിരിക്കും. യേശു മുകളിലേക്ക് നോക്കി ഉള്ളം നൊന്തു. എന്താ കാരണം അറിയാമോ? തന്റെ പിതാവിനോട് അപേക്ഷിക്കുക. കാരണം തന്റെ സ്നേഹിതനായ ലാസർ ഉയർത്തെഴുന്നേൽക്കണം. പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ സ്ഥാനത്ത്, എല്ലാം തകർക്കപ്പെട്ട സ്ഥാനത്ത് തന്റെ സഹോദരന് ഒരു ഉയർത്തെഴുന്നേൽക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ കല്ലറയ്ക്കകത്ത് വെച്ചിരിക്കുകയാണ്. ദിവസങ്ങൾ ചെന്ന് കഴിഞ്ഞു. മാനുഷികമായ എല്ലാ സാഹചര്യവും വിപരീതമായി. എന്നാൽ വിപരീതമായ സ്ഥാനത്ത് ദൈവത്തിന്റെ ശക്തമായ കരം അവിടെ ഇറങ്ങി പ്രവർത്തിപ്പാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് താഴേക്കുള്ള വാക്കുകൾ നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരം ചെയ്യാം. കർത്താവെ, 4 ദിവസമായി നാറ്റം വെച്ചു. ഇനി എന്ത് ചെയ്യാനാ? 4 ദിവസമായില്ലേ, നാറ്റം വെച്ചു.
ആർക്കും കടന്നില്ല കഴിച്ച സാധനമാണ്. എന്നാൽ യേശു ഉള്ളം നോന്നുകൊണ്ട് പ്രൈസറോ സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞു, പിതാവേ എന്നെ അങ്ങ് അയച്ചു, നിന്റെ പ്രവൃത്തി വെളിപ്പെടണമേ, നിന്റെ പദ്ധതി വെളിപ്പെടുത്തണമേ എന്ന് പ്രൈസറോ ഹൃദയമായി ദൈവം പിതാവിനോട് അപേക്ഷിച്ചു. എന്നാൽ ലാസറേ പുറത്തു വരിക എന്ന ഉച്ചത്ത ശബ്ദത്തിൽ പ്രൈസറോ ലാസറിനെ വിളിച്ച വിളിയിൽ ലാസർ എഴുന്നേൽക്കുവാനിടയിൽ കല്ലറയ്ക്കകത്തിൽ അതാരും കണ്ടില്ല. പ്രൈസറോ ഒരു ഗുഹയ്ക്കകത്തായിരുന്നുവെങ്കിലും ഹല്ലേലൂയ ഒരു ഗുഹയ്ക്കകത്ത് ഒതുക്കി കളയാമെന്ന ലോകം വിധി എഴുതിയപ്പോൾ, മാനുഷികമായ എല്ലാ അവസ്ഥയും മാറിപ്പോയെന്ന് ലോകം വിധി എഴുതിയപ്പോൾ, അരുമനാഥനായ ദൈവത്തിന്റെ മഹനീയ സാന്നിധ്യം പ്രൈസറോ ആ കല്ലറയ്ക്കുള്ളിൽ പ്രവർത്തിപ്പാനിടയായിട്ടുണ്ട്. പ്രൈസറോ മനുഷ്യന്റെ ദൃഷ്ടിയിൽ ആശ്ചര്യമെന്ന് തോന്നുമ്പോൾ ദൈവത്തിന് പ്രവർത്തിക്കുന്ന സമയമുണ്ട്, ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇപ്പോൾ എന്ത് സംഭവിക്കാൻ പോകുന്നു അതായത് ദൈവത്തിന് വിഷയമായിരിക്കുന്നത്. പ്രിയ ദൈവ പൈതലേ, നമ്മുടെ ജീവിതത്തിൽ പ്രൈസറോ ഒത്തിരി ഭാരങ്ങൾ കാണും, ഒത്തിരി പ്രയാസങ്ങൾ കാണും, ഒത്തിരി വേദനകൾ കാണും. ഇതെങ്ങനെ ഞാൻ അഭിമുഖീകരിക്കുമെന്ന് ചിന്തിക്കും. പക്ഷെ എന്നാൽ ഇന്ന് പകൽ ഒരു കാര്യം ഓർക്കണമേ, ഈ നല്ല നിമിഷം ഒരു കാര്യം ഓർക്കണമേ, നിന്റെ കണ്ണുനീരിനെ കാണുവാൻ, നിന്റെ വേദന കാണുവാൻ, നിന്റെ ഭാരം കാണുവാൻ ആരുമില്ലാതെ ഇരിക്കുമ്പോൾ അരുമനാഥനായ ദൈവത്തിന്റെ മഹനീയ സാന്നിധ്യമുണ്ട്. ഇത് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്, എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? കർത്താവേ ആ കല്ലറയ്ക്കൽ എന്റെ കർത്താവ് ചേർന്നോ, ലാസറേ എഴുന്നേറ്റ് വരിക എന്ന് പറഞ്ഞ ആ ഇമ്പമേയ ശബ്ദത്തിന് മുൻപായി പ്രൈസറോ അടി മുതൽ മുടി വരെ ഹല്ലേലൂയ ലോകം ബന്ധിച്ച് അവന്റെ എല്ലാ പ്രതീക്ഷയും അസ്തമിപ്പിച്ചുകൊണ്ട് കല്ലറയ്ക്കുള്ളിൽ ഒതുക്കിയപ്പോൾ ഹല്ലേലൂയ മരണത്താൽ പിരിയാത്ത ഒരു ദൈവസ്നേഹമുണ്ടെന്ന്, മരണത്താൽ തീരാത്ത ഒരു ദൈവപ്രവൃത്തി ഉണ്ടെന്ന് സ്വർഗം അവിടെ വെളിപ്പെടുത്തുവാൻ കാരണമായി തീർന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മാനുഷികമായ നിലയിൽ നാം ചിന്തിച്ചു കഴിഞ്ഞാൽ ആശ്ചര്യമാണ്. എന്താ ദൈവത്തിന് ഇതൊരു വലിയ വിഷയമായുള്ളവയ്ക്കായി എനിക്ക് തന്നെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അരുമനാഥ സാന്നിധ്യം എല്ലാവരും ഒന്ന് അനുഭവിച്ചു, അരുമനാഥന്റെ കൃപ എല്ലാവരും അനുഭവിച്ചു. അതാണ് നമുക്ക് ഏറ്റവും വിലയായിരിക്കുന്നത്. ദൈവത്തിന്റെ സാന്നിധ്യം നാം അനുഭവിക്കുകയാണ്, ദൈവത്തിന്റെ വിശ്വസ്തത ആടും നാം അനുഭവിക്കുകയാണെങ്കിൽ നാം ധന്യരായി തീരുവാനിടയായി തീരും, നാം ശ്രേഷ്ഠതയുള്ളവരായി തീരും. ഹല്ലേലൂയ. ആ ശ്രേഷ്ഠത എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ലോകം നമുക്ക് തരുന്ന ശ്രേഷ്ഠതയല്ല, സ്വർഗം ഉന്നതനായ ദൈവത്തിന്റെ ശ്രേഷ്ഠമായ കല്ല് നമ്മെ വഹിക്കുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ആര് ലാസറിനെ അടി മുതൽ മുടി വരെ ബന്ധിച്ച് കല്ലറയ്ക്കുള്ളിൽ ഒതുക്കിയോ അവരെ കൊണ്ട് തന്നെ അഴിപ്പിക്കുവാൻ എന്റെ ദൈവത്തിന് പ്രസാദം തോന്നി. നോക്കണമേ, അടി മുതൽ മുടി വരെ അവനെ ചുറ്റി റൂമാലോട് വെച്ചിരിക്കും കല്ലറയ്ക്കുള്ളിൽ. ഹല്ലേലൂയ. ആ കെട്ടിനെ എന്റെ ദൈവം തമ്പുരാൻ ഒന്ന് അഴിച്ചു. നമ്മുടെ ജീവിതത്തിൽ പ്രൈസറോ മനുഷ്യൻ നമ്മുടെ ആ നിഗമനത്തിന് അപ്പുറമായി, നമ്മുടെ വിചാരങ്ങൾക്ക് അപ്പുറമായി പ്രൈസറോ നമ്മെ ബന്ധിക്കുന്ന ചില ദുഷ്ടബന്ധന ശക്തികളെ പൊട്ടിക്കുവാൻ അരുമനാഥനായ ദൈവത്തിന്റെ കരത്തിന്റെ സ്പർശനം വന്നു കഴിയുമ്പോൾ നാം തേജസ് ഉള്ളവരായിത്തീരും. ഒരു പക്ഷെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ ആരും കണ്ടില്ല എന്നിരിക്കുക, നാം ആത്മാവിലാവും, നാം ചൈതന്യം പ്രാപിപ്പാനിടയായിട്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മൾ ഒരു കാര്യം ഓർക്കണമേ, നീ ഏകനല്ല, നീ ഒറ്റപ്പെട്ടവനല്ല. പ്രൈസ് ദി ലോർഡ്. നിന്നെ തളർത്തിക്കളവാൻ, നിന്നെ മുടിച്ചു കളവാൻ ലോകം വിധി എഴുതുമ്പോൾ പ്രൈസ് ദി ലോർഡ് പക്ഷെ കൂട്ടുകാർ മാറിപ്പോയെന്നിരിക്കാം, നിന്റെ നന്മയുണ്ടോ, നിന്റെ കൂടെ ഒത്തിരി പേരുണ്ടെന്നിരിക്കാം, എന്നാൽ നന്മയ്ക്കപ്പുറമായി പ്രവർത്തിക്കുവാൻ ഒരു ശക്തനായ ദൈവം നമ്മുടെ മധ്യയുണ്ട്. ഇന്ന് പകൽക്കാലം ലാസറിന്റെ പ്രൈസ് ദി ലോർഡ് ജീവിതത്തിലെ നാട്ടം വെച്ച അവസ്ഥയിൽ നറുമണം പിടിപ്പിച്ച് അവനെ രൂപാന്തരം വരുത്തുവാൻ ശക്തനായ ദൈവത്തിന്റെ മഹനീയ സാന്നിധ്യം, ആ ദൈവത്തിന്റെ കൃപ പ്രൈസ് ദി ലോർഡ് ഇന്നത്ര പേര് അനുഭവിക്കുന്നുണ്ട്, ഇന്നത്ര പേര് ഇത് ആത്മാവിൽ കണ്ടുകൊണ്ടിരുന്നുണ്ട്. ഹല്ലേലൂയ. ഒരു പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞെന്നിരിക്കാം, അവസ്ഥകൾ മാറിയെന്നിരിക്കാം, വിലാപ വീടായി മാറിയെന്നിരിക്കാം, എന്നാൽ വിലാപത്തെ നൃത്തമാക്കി മാറ്റുവാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ അറിയുവാൻ, നമ്മുടെ ആവശ്യങ്ങൾക്കുമായി പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവത്തിന്റെ തേജോമയനായ സാന്നിധ്യം നാം അനുഭവിക്കുമ്പോൾ നാം ധന്യരായി തീരുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. ചില ദിവസങ്ങൾ കഴിഞ്ഞ് പ്രൈസ് ദി ലോർഡ് അവനെ മോക്തവൻ അടിച്ചു, അവനെ ഫ്രീ ആക്കി. അവൻ പോട്ടെ, ഇനി അവന്റെ ബന്ധനമില്ല, അവൻ പോട്ടെ. എന്താണെന്നറിയാമോ? ഹല്ലേലൂയ.
മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തിന് പ്രവർത്തിപ്പാൻ സമയമുണ്ടെങ്കിൽ അതിനെ തടയുവാൻ ആർക്കും ഒരിക്കലും കഴിയത്തില്ല. യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചു, അവരെ കല്ലറയ്ക്കുള്ളിൽ ഒതുക്കി, ഇനിയും അവൻ ഉയർത്തെഴുന്നേക്കല്ല എന്ന് ലോകം വിധി എഴുതിയപ്പോൾ ദൈവമക്കളെ ഒരു കാര്യം ഓർക്കണമേ, അവൻ റോമാ സാമ്രാജ്യത്തിന്റെ ഇമ്പിരിയൻ മുദ്ര പൊട്ടിച്ചുകൊണ്ട് അവൻ ശക്തിയോടെ മൂന്നാം ദിനം ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ ആ ശക്തിയുടെ മുൻപാകെ, ആ ദൈവപ്രഭുത്തിന്റെ മുൻപാകെ പകച്ചു നിൽക്കുവാൻ ആർക്കും കഴിയത്തില്ല. അതാ ദൈവത്തിന്റെ വിശ്വസ്തത എന്ന് പറയുന്നത്. ഇവിടെ മാർത്ത കരഞ്ഞ് ആവലാതി പിടിച്ചുകൊണ്ട് തന്റെ സഹോദരന്റെ വേർപാടോർത്ത് ദുഃഖിച്ചുകൊണ്ട് കടന്നു ചെല്ലുമ്പോൾ യേശു ആശ്വസിപ്പാൻ അവിടെ കടന്നു വന്നു. സകല അസ്തമിച്ച വാക്കുകളുടെ മുൻപിൽ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടുവെങ്കിൽ ഇന്ന് പകൽ ഈ സമയം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ അസ്തമിച്ച വാക്കുകളുടെ മുൻപാകെ ഒരു പക്ഷേ നമ്മെ ലോകം വെറുക്കുന്ന അവസ്ഥയുണ്ടാക്കി, എന്നാൽ സ്വർഗത്തിലെ അരുമനാഥനായ സാന്നിധ്യം നമ്മെ ഒരിക്കലും വെറുക്കത്തില്ല. നമ്മെ കരുതുവാൻ, കാക്കുവാൻ ശക്തനായ ദൈവത്തിന്റെ വിശ്വസ്തത നാം മനസ്സിലാക്കുമ്പോൾ നാം ധന്യരായി മാറുവാൻ ഇടയായിത്തീരും. ലോകത്തെ നോക്കി നമ്മുടെ ആത്മീയ ജീവൻ നഷ്ടമാക്കുവാനല്ല, ക്രിസ്തുയേശുവിൽ വിരുദ്ധ പ്രാപിച്ചുകൊണ്ട് ദൈവത്തിൽ പ്രസാദമുള്ള പ്രവൃത്തി ചെയ്തുകൊണ്ട് നാം ക്രിസ്തുയേശു അടരാടുകയാണെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ധന്യകരമായി മാറിയെടുത്ത് ഈ പ്രതികൂല അവസ്ഥയിൽ ദൈവത്തെ നമുക്ക് പരസ്യമായി ആരാധിപ്പാൻ കഴിയില്ലാതിരിക്കാം, എന്നാൽ അകത്ത് വീതിയുന്ന ദൈവപ്രവൃത്തിയുടെ ആഴത്താൽ നമ്മുടെ മൺകൂടാരങ്ങൾ ദൈവത്തിന് പ്രസാദമായി തീരുമ്പോൾ, നമ്മുടെ മൺകൂടാരങ്ങൾ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അത് നമുക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരും, നമുക്ക് ചൈതന്യത്തിന് കാരണമായി തീരും. ഈ ഭൂമി കൊണ്ട് നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടു എന്ന് ആലോചിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണമേ, ദൈവത്തിന് ശാശ്വതമായ കരം, ദൈവത്തിന് വിശ്വസ്തമായ കരം. നീ മരിക്കാതെ നിന്റെ ജീവനോടെ കാക്കുവാൻ, നിന്നെ കരുതുവാൻ ശക്തനായ ദൈവത്തിന് വിശ്വസ്തമായ കരം നമുക്ക് അനുകൂലമായിരിക്കും. ഒരു കാര്യം നമ്മൾ മറന്നു പോകല്ലേ, ലാസറേ നിന്റെ വിഷയമല്ല എനിക്ക് വിഷയം, നിന്റെ ഉയർപ്പ എനിക്ക് വിഷയം. നിന്റെ വീട്ടിലെ വിലാപമല്ല എനിക്ക് വിഷയം, മാഫിയുടെ കലച്ചിലല്ല എനിക്ക് വിഷയം, സഹോദരന്റെ വേർപാടല്ല എനിക്ക് വിഷയം. എന്റെ വിഷയമോ എന്റെ ദൈവത്തെ ഉയർത്തുകയാണ്. പിതാവിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന് ഇഷ്ടം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നാം ഒരുക്കപ്പെട്ടാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ധന്യകരമായി തീരും. ഇന്ന് ഈ നല്ല നിമിഷം എന്നെ കേൾക്കുന്ന ദൈവമക്കൾ ഒരു കാര്യം ഓർക്കണമേ, നമ്മുടെ ജീവിത ഭാരമായ വിഷയങ്ങൾ, മാറുന്ന വിഷയങ്ങൾ, ആരോടും പുറത്തു പറയാൻ കഴിയാത്ത വിഷയങ്ങൾ പക്ഷേ കൊണ്ടായിരിക്കാം, എന്നാൽ ദൈവത്തിന്റെ ശാശ്വതമായ കാര്യം ആ വിഷയത്തിൽ ഇറങ്ങാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. എന്റെ അനുഭവ സാക്ഷ്യം പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടക്കുന്നില്ല. കാരണം നടക്കത്തില്ല എന്ന് ലോകം വിധി എഴുതിയ സ്ഥാനത്ത് ദൈവത്തിന്റെ ശാശ്വതമായ കാര്യം നടത്തിയ വ്യക്തിയാണ്. ഇന്ന് പകൽക്കാലം ഒരു കാര്യം ഓർക്കണമേ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം, മരണത്തെ താഴ്വരയിൽ ദൈവം നിനക്ക് വേണ്ടി വഴിയൊരുക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വിശ്വസ്തമായ കരുത്താൽ നാം താണിരിക്കുവാൻ, ദൈവത്തിന്റെ കരുത്തിൽ നാം താണിരിക്കുവാൻ. ലോകത്തിലെ ബന്ധങ്ങളെ അഴിച്ചു മാറ്റുവാൻ, ദൈവത്തിന്റെ പദ്ധതിക്കായി നമ്മെ ഒരുക്കി കൊടുക്കുവാൻ, ദൈവത്തിന്റെ കൃപയ്ക്കായി നമ്മെ സമർപ്പിച്ചു കൊടുക്കുവാൻ. ഹല്ലേലൂയ. ഒരുപക്ഷെ ഏകനായിരിക്കാം, കൂട്ടമായിരിക്കാം, പ്രാർത്ഥന കുടുംബത്തിൽ ഒറ്റയ്ക്കായിരിക്കാം, എന്നാൽ പ്രാർത്ഥനാ മുറിയിൽ നീ ഒറ്റയല്ല, ദൈവത്തിന്റെ സാന്നിധ്യം അവിടെയുണ്ട്. നീ കരയുമ്പോൾ കണ്ണീര് കാണുവാൻ അപ്പനും അമ്മയും ആരുമില്ലായിരിക്കാം, എന്നാൽ കാണുന്ന ഒരു ദൈവം നിനക്ക് ഉയരെയുണ്ട്. നിന്റെ ഏതവസ്ഥ മനസ്സിലാക്കുവാൻ ആരുമില്ലായിരിക്കാം, എന്നാൽ മുഴുവനും മനസ്സിലാക്കുവാൻ ദൈവത്തിന്റെ വിശ്വസ്തമായ കരമുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന് കൃപയ്ക്കായി ഹല്ലേലൂയ നീ ഒന്ന് ഒരുക്കി കൊടുക്കാൻ തയ്യാറാമോ? നാം ഒന്ന് ഒരുക്കി കൊടുക്കാൻ തയ്യാറാമോ? നമ്മുടെ ക്രിസ്ത്യൻ ജീവിതം ധന്യകരമായി തീരുവാനിടയായി തീരും. ഇത് നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കർത്താവേ, എനിക്ക് വേണ്ടി അങ്ങൊന്ന് പ്രവർത്തിക്കണമേ ദൈവമേ. ഞാൻ ഒന്നുമില്ല കർത്താവേ, ഒരുപക്ഷെ ഞാൻ ഏകനായ അവസ്ഥയായി കർത്താവേ, അങ്ങയുടെ വിഷയമായ കിടത്താൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ കർത്താവേ എന്നെ ഒന്ന് പൊതിയണമേ. എന്റെ അവസ്ഥ മാറ്റി എഴുതുവാൻ കർത്താവേ, നഷ്ടം വെച്ച അവസ്ഥയായിരിക്കാം, ഒരു പക്ഷെങ്കിൽ ആരുമില്ലാത്ത അവസ്ഥയായിരിക്കാം, നെടുവീർപ്പെടുന്ന അവസ്ഥയായിരിക്കാം, എന്നാൽ മാറോടണയ്ക്കുവാൻ, എന്നെ കരുതുവാൻ, എന്നെ കാക്കുവാൻ, സ്തോത്രം സ്തോത്രം സ്തോത്രം, എന്നെ കരം പിടിച്ചുയർത്തുവാൻ ശക്തനായ
ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഹല്ലേലൂയ. ഇരിക്കുന്ന ഇടങ്ങളായിക്കൊള്ളട്ടെ, ഏത് സാഹചര്യങ്ങളായിക്കൊള്ളട്ടെ, ദൈവത്തിന്റെ പ്രവൃത്തിക്കായി നമ്മെ ഒന്ന് ഒരുക്കാം, നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ സ്വർഗം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല രാജാവേ, ഈ നല്ല നിമിഷത്തെ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു, വാഴ്ത്തുന്ന കർത്താവേ. അല്പനിമിഷം കർത്താവ് വചനം സംസാരിപ്പാൻ കർത്താവ് എനിക്ക് ഭാഗ്യത്തെ ഓർത്ത് നല്ല കർത്താവെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ലാസറിനെ ഉയർപ്പിച്ച ദൈവം കർത്താവേ, കല്ലറെ ഭേദിച്ച ദൈവത്തിന്റെ സാന്നിധ്യം കർത്താവേ, ഇന്ന് പകലിൽ കർത്താവേ, ഈ നല്ല നിമിഷം കർത്താവേ, ഇത് കേൾക്കുന്ന മൺകൂടാനിൽപ്പെട്ട പകരമാണ് പ്രാർത്ഥിക്കുന്ന കർത്താവേ. നിന്റെ മക്കൾ അനുഭവിക്കുന്ന വേദനകളും നിന്റെ മക്കൾ അനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങൾ കർത്താവേ, ഏകാന്തതകൾ കർത്താവേ, സ്വർഗം കാണുന്ന കൃപയ്ക്കായി നല്ല നാഥനെ ഞങ്ങൾ നദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു, യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്ന കൃപയ്ക്കായി നല്ല ദൈവമേ ഞങ്ങൾ നദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഈ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന കർത്താവേ, നിന്റെ മക്കളെ എല്ലാം ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ചെറുതും വലുതുമായ സകല ആവശ്യങ്ങൾ സ്വർഗം അങ്ങ് പ്രവർത്തിക്കണമേ, നമ്മളെ വിഷയണമേ. ദൈവത്തിന്റെ മഞ്ഞുമഴങ്ങത്ത ഐക്യമാണ് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈ ജനത്തെ ഞങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധനാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വർഗം അനുഗ്രഹമായി തീർക്കണമേ, യേശു ക്രിസ്തുവിന്റെ ദുസ്തുല്യമേറിയ നാമത്തിൽ തന്നെ. സ്തുതി സ്തുതി മനമേ, സ്തുതികളിലുന്നതനേ, നാഥൻ നാട്ടോറും ചെയ്ത നന്മകളോർത്തു പാടുക നീയെന്നും മനമേ, പാടുക നീയെന്നും മനമേ. നാഥൻ നാട്ടോറും ചെയ്ത നന്മകളോർത്തു പാടുക നീയെന്നും മനമേ, പാടുക നീയെന്നും മനമേ. അമ്മയെ പോലെ തായോളിച്ചടച്ചിടുന്നു, അമ്മയെ പോലെ തായോളിച്ചടച്ചിടുന്നു, സമാധാനമായി കിടന്നുറങ്ങാൻ തന്റെ മാറിൽ ദിനം ദിനമാ, തന്റെ മാറിൽ ദിനം ദിനമാ, സമാധാനമായി കിടന്നുറങ്ങാൻ തന്റെ മാറിൽ ദിനം ദിനമാ, തന്റെ മാറിൽ ദിനം ദിനമാ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ, നാഥൻ നാട്ടോറും ചെയ്ത നന്മകളോർത്തു പാടുക നീയെന്നും മനമേ, പാടുക നീയെന്നും മനമേ. നാഥൻ നാട്ടോറും ചെയ്ത നന്മകളോർത്തു പാടുക നീയെന്നും മനമേ, പാടുക നീയെന്നും മനമേ. കഷ്ടങ്ങളേറിയിടിലും എനിക്കേറ്റമടുത്ത തുണയാ, കഷ്ടങ്ങളേറിയിടിലും എനിക്കേറ്റമടുത്ത തുണയാ, പുറവഴിയിൽ നടുവിൽ
നമുക്കൊരുക്കുമല്ലോ, ക്ലേശ നമുക്കൊരുക്കുമല്ലോ. നടുവിലവൻ ക്ലേശ നമുക്കൊരുക്കുമല്ലോ, ക്ലേശ നമുക്കൊരുക്കുമല്ലോ. സ്തുതി സ്തുതി അൻപരമേ, സ്തുതികളിലും നഗരേ, നാഥൻ നാട്ടോറും ചെയ്ത കർമ്മങ്ങളോർത്തു പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. നാഥൻ നാട്ടോറും ചെയ്ത കർമ്മങ്ങളോർത്തു പാടുക നീ എന്നും